മന്ത്രി പി രാജീവിനെ മഹാരാജാസ് കോളേജിൽ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. യുവജന കമ്മീഷന്റെ അവാർഡ് ദാനത്തിനെത്തിയപ്പോഴാണ് കരിങ്കൊടി കാട്ടിയത്. ഷംന അശോക് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷംന, KSUവിന്റെ ഈ കരിങ്കൊടി പ്രതിഷേധം അതെന്തിനായിരുന്നു? സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് വിതരണത്തിനായാണ് മന്ത്രി പി രാജീവ് മഹാരാജാസ് കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവാർഡ് വിതരണത്തിന് ശേഷം അദ്ദേഹം വേദിയിൽ നിന്ന് വാഹനത്തിനരികിലേക്ക് പോകുന്ന സമയത്താണ് മഹാരാജാസിലെ തന്നെ KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ലെങ്കിൽ പോലും മാസപ്പടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യമായി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകരാണ് പിന്നീട് KSU പ്രവർത്തകരെ പിടിച്ചു മാറ്റിയത്. കൂടുതൽ പ്രകോപനത്തിലേക്ക് കടന്നില്ല. അതിനു മുൻപ് തന്നെ മന്ത്രി വാഹനത്തിൽ കയറി അടുത്ത പരിപാടിയിലേക്ക് പോവുകയായിരുന്നു. ഏതായാലും പരിപാടി അവസാനം ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. അത് മഹാരാജാസ് കോളേജിനകത്ത് തന്നെയാണ് ആ പരിപാടി സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമാ താരം ബേസിൽ ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ വേദിയിലിരിക്കുന്ന സമയത്ത് കൂടിയാണ് മന്ത്രിക്ക് നേരെ മന്ത്രി വേദി വിട്ടിറങ്ങിയതിനു ശേഷം ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. അതൊരു അപ്രതീക്ഷിത പ്രതിഷേധം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് അവിടെ കാഴ്ചക്കാരായ വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ KSUക്കാരുടെ ഭാഗത്ത് നിന്നൊരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മന്ത്രി അപ്പോൾ തന്നെ വാഹനത്തിൽ കയറി അദ്ദേഹത്തിനുള്ള അടുത്ത പരിപാടിയിലേക്ക് പോയിട്ടുമുണ്ട്. ഫാരിഷ. ശരി, മഹാരാജാസ് കോളേജിൽ യുവജന കമ്മീഷന്റെ അവാർഡ് ദാനത്തിനെത്തിയപ്പോഴാണ് മന്ത്രി പി രാജീവിനെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. KSU പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. മന്ത്രി മറ്റൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ വാഹനത്തിൽ കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. ഷംന അശോകാണ് വിവരങ്ങൾ നൽകിയത്.